everyone, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിൽ വരുന്ന അഗ്നിവീർ വായുവിലേക്കുള്ള മ്യൂസീഷ്യൻ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നിവീർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക 4 വർഷത്തിന്റെ സർവീസ് ആണ് വരുന്നത്. അതിൽ അൺമാരീഡ് ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഇൻവൈറ്റ്സ് അൺമാരീഡ് ഇന്ത്യൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ക്ഷണിക്കുന്നത്. ഇതിൽ എന്തുണ്ടായിരിക്കും, റിക്രൂട്ട്മെന്റ് റാലി പ്രോസസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു റാലി പ്രോസസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളാം. മാത്രമല്ല ഇതെന്താണ്, മ്യൂസീഷ്യൻ റിക്രൂട്ട്മെന്റ് ആണ്. മ്യൂസീഷ്യൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ മ്യൂസിക്കിൽ കമ്പം ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒന്ന് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ജോലിക്കൊപ്പം തന്നെ, അതായത് സാലറി ഉള്ള ഒരു ജോലിക്കൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പാഷനും കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന അഗ്നിവീർ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. 17-നും 20 വയസ്സിനും ഒക്കെ 20-21 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെയാണ് ഇതെപ്പോഴും സെലക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് മ്യൂസിക്കിൽ എത്രത്തോളം അറിവുണ്ടെന്നുള്ള ഒരു നോളജ് ഉണ്ടെന്നുള്ള ഒരു കാര്യം അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ്, സ്കിൽ ടെസ്റ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ സെലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു പ്രോസസ്സ് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, നമ്മുടെ സബ്സ്ട്രീം അഗ്നിവീറിൻ്റെ മ്യൂസീഷ്യൻ ഈ പറയുന്ന ആക്ടിവിറ്റീസ്, അതായത് പ്രൊഫഷൻ ടെസ്റ്റ്, ആദ്യം നിങ്ങളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കാര്യമാണ്. മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ് അവരിവിടെ ചെയ്യുന്നത് കേട്ടോ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന മ്യൂസീഷ്യൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വരുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ആണ്, മ്യൂസിക് ടെസ്റ്റ് ആണ്. രണ്ടാമത്തത് റിട്ടൺ എക്സാമിനേഷൻ ആണ്, എന്നത്തെ പോലെ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഫിസിക്കൽ ടെസ്റ്റും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും ഒക്കെ വരുന്നതെന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വഴിയെ നോക്കാം. ഇവിടെ ഇനി വരുന്നത് എന്താണ്, ആർക്കാണ് എലിജിബിൾ എന്നുള്ളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കിക്കൊള്ളാം. 1 ജനുവരി 2005-നും 1 ജൂലൈ 2008-നും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2005-നും 2008-ലും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ഈ ഒരു ചാൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു 17 വയസ്സിനും 20 വയസ്സിനും ഒക്കെ ഇടയിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് കേട്ടോ. ഇത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് ഇവിടെ പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ കണ്ടോ, നമ്മുടെ മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് പാസ്സായവർക്കാണ് ചാൻസ് ഉള്ളത്. മിനിമം പാസ് മാർക്ക് ഉണ്ടായിരുന്നാൽ മതി, പാസ്സായാൽ മതി. അപ്പോൾ പാസ് മാർക്ക് ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് ഏറ്റവും വേണ്ടതായിട്ടുള്ള പോയിന്റ് എന്താണ്, മ്യൂസിക് എബിലിറ്റിയാണ്. മ്യൂസിക് എബിലിറ്റി എന്നാൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ മ്യൂസിക് വിത്ത് ആക്യുറസി ഇൻ, അതായത് നന്നായിട്ട് പാടാൻ കഴിയുന്നത്, എങ്ങനെയെങ്കിലും പാടിയ പോലെ നല്ല ടെമ്പോയും അതുപോലെ തന്നെ പിച്ചും സിംഗിങ് ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടാവണം. ആ ഒരു പാട്ട് പാടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇൻബോൺ ആയിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരായിരിക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. കാരണം ആ ഒരു ആക്യുറസി കീപ്പ് ചെയ്ത് പാടുന്ന ഒരാൾ മാത്രം, ഒരു കംപ്ലീറ്റ് സോങ്ങും നല്ല രീതിക്ക് നല്ല ആ ഒരു റിതവും പിച്ചും എല്ലാം കറക്റ്റാക്കി പാടുന്ന ഒരാളെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ദേ ഷുഡ് ബി ഏബിൾ ടു പെർഫോം ഓൺ പ്രിപ്പറേറ്ററി ട്യൂൺ. നിങ്ങൾ പഠിച്ചിട്ട് വരുന്ന ഒരു ട്യൂൺ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പാടാൻ പറ്റണം. വിത്ത് നൊട്ടേഷൻ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല നൊട്ടേഷൻസ് പറയുന്നുണ്ട്. സ്റ്റാഫ് നൊട്ടേഷൻ, WHO, ടോണിക് സോൾഫ, ഹിന്ദുസ്ഥാനി, കർണാടിക് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് സോങ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, പാടേണ്ടി വരും. അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പാടി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഏബിൾ ടു ട്യൂൺ ഇൻഡിവിജ്വൽ ഇൻസ്ട്രുമെന്റ്സ് ടു. ഇത് മാത്രമല്ല, ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പാടി നോക്കാനുള്ള ഒരു ടെസ്റ്റും ഉണ്ട്. ഒപ്പം എന്തുകൊണ്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് അറിയണം. എന്ത് ഇൻസ്ട്രുമെന്റ്സ്, 2 സെറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അവർ തന്നിട്ടുണ്ട്. ലിസ്റ്റ് A എന്നും ലിസ്റ്റ് B എന്നും പറഞ്ഞ് 2 സെറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 ലിസ്റ്റിലും ഏതെങ്കിലും ഒരു ഐറ്റം എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇവിടെ കണ്ടോ, കോൺസെർട്ട്, ഫ്ലൂട്ട്, പിക്കോളോ, ഓബോ, ക്ലാരിനെറ്റ്, സാക്സോഫോൺ, ഫ്രഞ്ച് ഹോൺ, ട്രംപറ്റ് തുടങ്ങിയ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഒരു എന്തുണ്ട് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഈ പറയുന്ന കീബോർഡ്, ഗിത്താർ, വയലിൻ, പെർക്കഷൻ, ഓൾ ഇന്ത്യ എന്നൊക്കെ പറയും. ഓൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ച് ക്ലാസിക്കൽ ആയിട്ടുള്ള വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്, അല്ലാതെ നോർമൽ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 കാറ്റഗറിയിൽ നിന്നും ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ പാടാൻ അറിഞ്ഞിരിക്കുന്നത്. ഇതിൽ കുറേയൊക്കെ ബ്രാസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂട്ട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സും ആണ് വരുന്നത്. ഇതിലേതെങ്കിലും ഒന്നും പാടാൻ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക.
അപ്പോൾ ഇവിടെ വരുന്ന കണ്ടോ, ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ പ്ലേയിങ് 2 ഇൻസ്ട്രുമെന്റ്സ്, 2 ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയണം, ഓൺ ഈച്ച് ഫ്രം ലിസ്റ്റ് എ ആൻഡ് ബി എബോ, എയിലും ബിയിലും കൂടെ ചേർത്തിട്ട് അത്യാവശ്യം എന്താണ് നമുക്ക് ഈ പറയുന്ന 2 ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയണം, ഒന്ന് ഇതിൽ നിന്നും വായിക്കാൻ അറിയുന്നവരായിരിക്കണം കേട്ടോ. ആ ഒരു കണ്ടീഷൻ അവിടെ എടുത്ത് പറയുന്നുണ്ട്. ബാക്കി ഒന്നും ചോദിക്കുന്നില്ല, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആയിരിക്കണം, നിങ്ങൾക്ക് അത്യാവശ്യം പാട്ട് പാടാനും ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരിക്കണം. മാത്രമല്ല ഇവിടെ ചോദിക്കുന്നുണ്ട് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഗ്രേഡ് 5th ഓർ ഇക്വലന്റ് ഓർ എബോ ഇൻ 1 ഇൻസ്ട്രുമെന്റ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രേഡ് 5 കഴിഞ്ഞാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഇക്വലന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മ്യൂസിക് ഫോർ കാൻഡിഡേറ്റ്സ് പെർഫോമിംഗ് ഹിന്ദുസ്ഥാനി ഓർ കർണാടിക് ക്ലാസിക് മ്യൂസിക് ഫ്രം എനി റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിപ്ലോമ എടുത്തവരായാലും ഈ ഒരു ഹിന്ദുസ്ഥാനിയോ അല്ലെങ്കിൽ കർണാടിക് മ്യൂസിക്കിലോ ഡിപ്ലോമ എടുത്തവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതോ അവാർഡ് കിട്ടിയതോ ഏതെങ്കിലും വേരിയസ് ഇവൻസിന് നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും ആണെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇതെന്താണ് അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് അവർ വച്ചിരിക്കുന്നത്, 1 ഓഫ് ദ ഫോളോയിങ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കാണിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ നോക്കുകയാണെങ്കിൽ, മെഡിക്കൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറേ നമ്മുടെ എന്താണ് ഫിസിക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പറയുന്ന ഹൈറ്റ്, മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 162 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 162 സെന്റിമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സിനും, ഫീമെയിലിനാണെങ്കിൽ 152 സെന്റിമീറ്ററുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മെയിലിന് 162, ഫീമെയിലിന് 152 വരുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിന്റെ എക്സ്പാൻഷന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 77 സെന്റിമീറ്റർ, എക്സ്പാൻഷൻ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 5 സെന്റിമീറ്റർ, 77 5 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലായിരിക്കണം വരണം. നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ജോലി ബേസ്, കാരണം അഗ്നിവീറിലാണ് എടുക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള കുറേ മിലിറ്ററി എന്തുണ്ടായിരിക്കും പ്രാക്ടീസസും കാര്യങ്ങളും ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യങ്ങളും ഡീൽ ചെയ്ത് പോകാം. നിങ്ങൾക്ക് എന്താണ് കുറേ സേഫ്റ്റി ആയിട്ടുള്ള കുറേ പൊസിഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് സെലക്റ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ഈ വരുന്ന ഒരു ടെസ്റ്റ് ഫസ്റ്റ് എന്താണ് ഇൻസ്ട്രുമെന്റൽ ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിട്ടൺ എക്സാമിനേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത് കേട്ടോ. അതപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കണ്ണിൻ്റെ കാര്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് 6/12 വിഷൻ എങ്കിലും മിനിമം ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. 6/12 എന്നുള്ള രീതിയിലെങ്കിലും വരണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം അഗ്നിവീറിൻ്റെ സാലറി പാക്കേജ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 30,000 നിന്ന് തുടങ്ങി 4th ഇയർ ആകുമ്പോൾ 4 വർഷമാണ് വരുന്നത്. ആ 4th ഇയർ ആകുമ്പോൾ 40,000 വരെ കിട്ടുന്ന സാലറി പാക്കേജ് ആണ്. എല്ലാ ഫിഗേഴ്സിൻ്റെ കാര്യങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യുമ്പോൾ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 10 lakhs നിങ്ങൾക്ക് സേവാനിധി പാക്കേജ് വഴി അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഇതിൽ ഇട്ട് തരുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്, കാരണം അഗ്നിവീറിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ NCC-കാർക്കൊക്കെ സെപ്പറേറ്റ് ഒരു ഇതുണ്ട്, ഒറിജിനൽ ഡോക്യുമെന്റ്സിലൊക്കെ NCC A, B, C സർട്ടിഫിക്കറ്റുകാർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൂടെ കാണും കേട്ടോ, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷ് റിട്ടൺ എക്സാമിനേഷനാണ് വരുന്നത്. ഇതിൽ പല CBSE സിലബസിൻ്റെ ഇതാണ് പറയുന്നത്. മെട്രിക്കുലേഷൻ ഓർ 10th CBSE സിലബസിൽ ഒരു ഇംഗ്ലീഷിലെ 30 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളാം. നമുക്ക് വരുന്ന സ്റ്റേജസിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളുടെ മ്യൂസിക് ടെസ്റ്റ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ടാസ്കിലേക്ക് ഇറങ്ങാനായിട്ട് നോക്കുക. ആ ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക, ആദ്യമായിട്ട് നിങ്ങൾ റിക്കഗ്നൈസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഓഡിയൻസ് വളരെ കുറവായിരിക്കും. കാരണം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ കഴിയുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. അവർ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഓൾ ദി ഡിസ്ട്രിക്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അവർക്ക് എന്തുണ്ട്, ഇതിനേക്കുള്ള അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് 21 ഏപ്രിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെയ് 11 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. നമുക്ക് വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 21 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മെയ് 11 വരെയാണ് ടൈം ഉള്ളത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമ്പറ്റീഷൻ കുറവുള്ള ഒരു എക്സാമിനേഷനാണ് ഈ മ്യൂസീഷ്യൻ എക്സാം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ അതിൽ കയറി ഒന്ന് വായിച്ച് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്, ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.